ഹേ ഹലോ, ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറഞ്ഞു തുടങ്ങുകയാണ്. ബിക്കോസ് ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോ മാത്രമേ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നേരെയാണുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ അങ്ങനെ എടുത്തത്, ബാക്കിയെല്ലാം ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒരു ഷോർട്സ് ആക്കി ഇടാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ 2 ദിവസത്തെ വീഡിയോ ഉള്ളത് കൊണ്ടും പിന്നെ ഇതുവരെ ഒരു ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഒരു ലോങ് വീഡിയോ ആയി പോവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പുള്ള അല്ല കുറച്ചായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലോങ് വീഡിയോ ഇടാണ്ടായി പോയത്. ഇനി ഒരൊറ്റ വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കലാശ്. അപ്പം വയനാട് റൂട്ടിലായിരുന്നു നമ്മൾ ഊട്ടിയിലേക്ക് പോയ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴി നല്ല കോട കിട്ടി, നല്ല തണുപ്പ്, നല്ല വ്യൂ ആയിരുന്നു. അടിപൊളി ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് നല്ലൊരു ട്രിപ്പായിരുന്നു. അതെന്തുകൊണ്ടാന്നുള്ളത് വഴിയേ പറയുന്നുണ്ട്. ആൻഡ് കുറെ ആൾക്കാർ കഴിക്കുന്നത് കണ്ട് കഴിക്കണം ആഗ്രഹിച്ച് അവസാനം പോകുന്ന വഴി നമ്മൾ കഴിച്ചു, നൊങ്ക് കഴിച്ചു. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര ഇല്ലായിരുന്നു, ബട്ട് ഒരു ഓക്കെ ആയിരുന്നു. ഊട്ടി പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ചോളം. ഞാൻ അത്രക്കും കഴിച്ചു, എനിക്ക് അത്രക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണത്. അത് കുറേ കഴിച്ചു. ആൻഡ് ഏറ്റവും ഫ്ലോപ്പായ ഒരു സാധനം, ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് ഡേത്തെ ഈ ഒരു മീല്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്ര മാത്രം ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവർ പെർ ഫുഡിന് 180 വെച്ച് 720 രൂപ 4 ആൾക്ക് കൂടെ വാങ്ങി. അത് വലിയൊരു അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഞങ്ങളെ റിസോർട്ടാണിത്. അടിപൊളി ഒരു റിസോർട്ടും നല്ല വ്യൂവും പൈസക്ക് വർത്തായ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസും വൈഫൈ അതുപോലെ തന്നെ ഹീറ്റർ ഒക്കെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഊട്ടി ലേക്ക് പോയി. അവിടെ ബോട്ടിങ്ങിലൊന്നും നമ്മൾ നിന്നില്ല, ബിക്കോസ് സമയം വളരെ പരിമിതമായതുകൊണ്ട് നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല. പിന്നെ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് അതിലെ ചാത്ത് ഇഷ്ടമായില്ല, ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പം ഈ ജിഗർദണ്ട കുഴപ്പമില്ലായിരുന്നു. ഒരു ഐസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടമായി പോകുന്നൊരു സാധനമാണ്. പിന്നെ നമ്മൾ രാത്രിയിലേക്ക് ഖലീൽ ബിരിയാണി എന്നൊരു ബിരിയാണി കഴിച്ചു. ഇത് ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒരു കുഴപ്പമില്ല, കഴിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ബിരിയാണി. ഞാൻ കൂടുതലും ജ്യൂസി ആയിട്ട് മസാലയൊക്കെ ഇതാക്കി കഴിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ഡ്രൈ പോലെ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നത് എനിക്കത് ഇഷ്ടപ്പെടാൻ. ആൻഡ് ഇതാണ് നമ്മുടെ റിസോർട്ട് എന്നുള്ള വ്യൂ. സച്ച് അടിപൊളി വ്യൂ. ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടി അടിപൊളിയാണ്. നമുക്ക് വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഫീൽ ചെയ്യും. ആൻഡ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഡേ അതോടെ കഴിഞ്ഞു. ആൻഡ് നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ പൊലച്ച തന്നെ എണീറ്റ്. നല്ല തണുപ്പുണ്ടായിരുന്നു, അത് വേറെ കാര്യം. നമ്മൾ ഈ ടോയ് ട്രെയിനിൻ്റെ ബുക്കിങ്ങിന് വേണ്ടി നമ്മളിവിടെ വന്നേ. അങ്ങനെ ബുക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ എന്തായാലും സ്വെറ്ററോ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത്രക്കും എന്താ പറയുക തണുപ്പാണ്. പിന്നെ ഈ ഒരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഡ്ഡലിയും വടയായിരുന്നു പറഞ്ഞത്. ഞാൻ വടയാണ് കഴിച്ചത്. വട 2 എക്സ്ട്രാ വാങ്ങിയിട്ട് ഞാൻ അതാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വട. നല്ല ക്രിസ്പി മുരുമുര എന്നുള്ള വടയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് നമ്മൾ കുറേ നേരം രാവിലെ നേരത്തെ വന്ന് ടോയ് ട്രെയിൻ നിന്നാൽ അവരുടെ ബുക്കിംഗ് കിട്ടുക കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട്, ഒരു 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ ബുക്കിംഗ് കിട്ടുക. പക്ഷെ നമ്മൾ നേരത്തെ വന്ന് നിന്നാലേ നമുക്കത് അത്രയും പെട്ടെന്ന് നമുക്ക് കൗണ്ടർ തുറക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ടിക്കറ്റ് കിട്ടാനും ഭയങ്കര ഇടങ്ങാറാണ്. കാരണം എൻ്റെ കസിൻസ് കുറേ ആൾക്കാർ പോയിട്ട് ടിക്കറ്റ് കിട്ടാണ്ട് ലൈക്ക് ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പറ്റിപ്പോയിക്ക്. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടോയ് ട്രെയിൻ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം അറിയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. ലൈക്ക് ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് വ്യൂസൊക്കെ കണ്ടൊക്കെ ഇരിക്കാൻ ഇറ്റ്സ് സോ നൈസ്, അടിപൊളിയാണ്. പിന്നെ ഊട്ടിയിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മീൻസ് ഇംപ്രസ്ഡ് ആയതെന്ന് വെച്ചാൽ അവിടെ റീയൂസബിൾ അല്ലാത്ത ഒരു പ്ലാസ്റ്റിക്കും അലൗഡ് അല്ല, അവർ സെല്ല് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബോട്ടിലാണെങ്കിൽ 5 ലിറ്ററിൻ്റെ ഒക്കെ ഉള്ളത്, ലൈക്ക് റീയൂസബിൾ ആയിട്ടുള്ളത് മാത്രം. ഹലോ, ഇന്ന് ഞങ്ങളെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ 4 ആള് മാത്രം ഒരു ട്രിപ്പ് വന്ന ഒരു ഡേ ആയിരുന്നു. അതുകൊണ്ട് ഇത് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളും
അതുപോലെ തന്നെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. എൻ്റെ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടി മാത്രമായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഊട്ടിയിൽ ഈ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് വണ്ടർഫുൾ മൊമെന്റ്. ആ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്യം. ഇത്രയും കാലം വീഡിയോ ഇട്ടിട്ട് ഞാൻ ഫേസ് റിവീൽ ചെയ്തില്ലായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്നാണ് എനിക്ക് ഫേസ് റിവീൽ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മൊമെന്റ് കിട്ടിയ. ആൻഡ് ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഇതാണ് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ കേട്ടിയിലെത്തി. ആൻഡ് വി ആഫ്റ്റർ ദസ് വി ബാക്ക് ടു ഉദകമണ്ഡലം. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സച്ച അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ മാത്രമേ ഇറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റേഷനിലൊന്നും അവർ ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. എന്താണെന്നറിയില്ല. ആൻഡ് ഇവിടെ തന്നെ ഒരു 5 സെക്കൻഡ് എങ്ങാനേ ഉള്ളൂ. ആൻഡ് അപ്പൊ ശരി, ബൈ ഗായ്സ്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് എന്താ പറയണ്ടെന്നൊന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് അത്രയും ക്രൗഡഡ് ആയിട്ട് ഭയങ്കര നെർവസ് ആയിരുന്നു. ബട്ട് ഞാൻ അതൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. എൻ്റെ ആ ഒരു വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ലോങ് വീഡിയോ ഇടാനുള്ള സെക്കൻഡ് റീസൺ. ആൻഡ് ആഫ്റ്റർ ദിസ് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൊഡ ബെട്ട പീക്ക് പോയി. ആൻഡ് അടിപൊളിയായിരുന്നു. പക്ഷേ നല്ലൊരു ചുരമാണ് അവിടെ. അതുപോലെ ഈ കുറേ വണ്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ലേ, ആ ബ്ലോക്ക് കാരണം ക്ലച്ചൊക്കെ കത്തിപ്പോയി പുകയൊക്കെ വന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാനും ഉമ്മയും ടെൻഷനായി. ഉപ്പയ്ക്കാക്കെയും കൂളായിട്ട് അത് ഡീൽ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ടെൻഷനായിപ്പോയി. ആൻഡ് ഇതാണ് നമ്മുടെ ഡൊഡബേട്ട ഈ ഒരു കവാടം. അടിപൊളിയായിരുന്നു. ഭയങ്കര ഭയങ്കര എന്താ പറയുക, രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാനൊരു സ്പ്രൈറ്റ് കുടിച്ചു. അവര് റോസ് മിൽക്കാണ് കുടിച്ചത്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു മരുന്നിൻ്റെ ഒക്കെ ഒരു ചൊയാന്നറിയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ചൊയ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ പോയ സ്ഥലത്തിന് ഒന്നും അധികം നമ്മൾ ഫോട്ടോവും കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോ, കുറേ വീഡിയോ, കുറേ സംഭവം എടുത്ത്. ആൻഡ് നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ടോപ്പ് കയറി കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്ഥലത്തേക്കുള്ള വ്യൂ കാണാം. ലൈക്ക് ഊട്ടി വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കൂനൂർ വ്യൂ ഉണ്ട്. ആൻഡ് ബോത്ത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമുക്കൊരു ഊട്ടി ഫുൾ സിറ്റി നമുക്ക് അവിടെ നിന്ന് കാണാമെന്ന് അറിയില്ലേ, അതുപോലെ ആയിരുന്നു. ലൈക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക, ഒരു പൈക്കാര വാട്ടർഫോൾസിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അവിടുന്നാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാടിന് തീ പിടിച്ചതറിഞ്ഞത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്പം തന്നെ ഇട്ടിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്കുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായില്ല മര്യാദയ്ക്ക്. കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നല്ലോണം തലവേദന എടുത്ത് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് വീട്ടിലെത്തിയെന്ന്. ആൻഡ് അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചു വരുന്ന വ്യൂ ഒന്നും എടുക്കാനായില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഊട്ടി ട്രിപ്പ്. ആൻഡ് വാസ് സോ ഗുഡ്. നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം ശരി, ബൈ ഗായ്സ്.